ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ബയോളജിയുടെ ഫസ്റ്റ് പാർട്ടിൽ മസിൽസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കെൽറ്റൻ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ഹ്യൂമൺ സ്കെൽറ്റൻ. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ മൂവ്മെൻറ്റ് സാധ്യമാകണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും മസിൽസും സ്കെൽറ്റനും കൂടി വേണം, അല്ലെ, ബോൺസും കൂടി വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ മൂവ്മെൻറ്റ് സാധ്യമാകുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ മസിൽസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൺ സ്കെൽറ്റനെ പറ്റിയിട്ടാണ്, അല്ലേ. അപ്പോൾ skeleton can be divided into two. Human skeleton can be divided into two. What are they എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം axial skeleton and appendicular skeleton, അല്ലേ. അക്ഷാസ്തികൂടം എന്നൊക്കെ പറയാം axial skeleton. ഓക്കെ, അപ്പോൾ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നേരെ ഉള്ള, അതായത് നമ്മുടെ തലയോട്ടി, സ്കള്ള്, അതേപോലെ സ്റ്റേണം, നമ്മുടെ മാറല്, അതേപോലെ നമ്മുടെ വേർട്ടിബ്രൽ കോളം, നട്ടെല്ല്, അതേപോലെ നമ്മുടെ റിബ്സൊക്കെ ചേർന്നതാണ് നമ്മുടെ ആക്സിയൽ സ്കെൽറ്റൻ. അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിയൽ സ്കെൽറ്റനെ കണക്ട് ചെയ്തിട്ടുള്ളവരാണ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ആക്സിയൽ സ്കെൽറ്റനിൽ പെടുന്നതാണ് സ്കള്ള്. ആ സ്കള്ളിനുള്ളിൽ 29 സ്കെൽറ്റൻ പ്രസൻ്റ് ആണ്. സ്റ്റേണം എന്ന് പറഞ്ഞാൽ ഒറ്റ സ്കെൽറ്റനാണ്. അതുപോലെ റിബ്സ് എന്ന് പറഞ്ഞാൽ 12 അങ്ങനെ 24 സ്കെൽറ്റനാണ്. വെർട്ടിബ്രൽ കോളത്തിൽ 26 സ്കെൽറ്റനാണ്. ഓക്കെ, അപ്പോൾ ആക്സിയൽ സ്കെൽറ്റനിൽ ടോട്ടലിൽ വരുന്നത് നമുക്കറിയാം നമ്മുടെ ഹ്യൂമൺ ബോഡി, അതായത് നമ്മൾ ചെറിയ ബേബി ആയിരിക്കുമ്പോൾ ഒരു 300ഓളം സ്കെൽറ്റൻ ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ ഒരു അഡൾട്ട് ആയി നമ്മൾ ഏകദേശം ഒരു പ്രായപൂർത്തിയൊക്കെ ആകുന്ന സമയത്ത് അത് 206 സ്കെൽറ്റനാണ് നമ്മുടെ ബോഡിയിൽ ടോട്ടലി ഉണ്ടാവുക, അല്ലേ. അപ്പോൾ അതിൽ ആക്സിയൽ സ്കെൽറ്റനിൽ 80യും 126 നമ്മുടെ അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിലാണ് പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിലാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഗേഡിലാണ്, അതായത് 6 ഗേഡിലുണ്ട്. 6 ഗേഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ തോളെല്ലിനാണ് നമ്മൾ ഗേഡിൽ എന്ന് പറയാം, അല്ലേ. അതായത് കൈയുടെയും കാലിൻ്റെയും ആ ഒരു എല്ലിനാണ് നമ്മൾ ഗേഡിൽ എന്ന് പറയുക. അതിൽ പെക്ടോറൽ ഗേഡിൽ എന്ന് പറയുന്നത് 4 പെക്ടോറൽ ഗേഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളെല്ലാണ്, അതായത് നമ്മുടെ ഈ ഷോൾഡറുമായിട്ട് വരുന്നതാണ് പെക്ടോറൽ ഗേഡിൽ. അവിടെ നമുക്ക് 4, അതായത് ഒരു വശത്ത് 2ഉം അടുത്ത വശത്ത് 2ഉം, അങ്ങനെ 4 ഗേഡിൽ കാണാൻ പറ്റും. പിന്നെ പെൽവിക് ഗേഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുപ്പല്ലാണ്, അതായത് നമ്മുടെ അരയുടെ ഭാഗത്ത് കാണുന്നതാണ് ഇടുപ്പൽ എന്ന് പറയുന്നത്. അത് 2 കാണാൻ പറ്റുക. പിന്നെ നമുക്ക് 4 ലൈംസും അതേപോലെ തന്നെ ഹിൻഡ് ലൈംസും ഉണ്ട്, അതായത് കാലിലും കൈയിലുമുള്ള അവിടെയുള്ള കുറച്ച് സ്കെൽറ്റൻ, അല്ലേ, വിരലുകൾക്കിടെ അവിടെയൊക്കെ ഉള്ളതാണ്. ലിംബുകൾക്കിടയിലുള്ള സ്കെൽറ്റനാണ് എന്ത് പറയാം, 4 ലൈംസും അതേപോലെ ഹിൻഡ് ലൈംസും. ഓക്കെ, അപ്പോൾ ഒരു കൈ എന്ന് പറയുന്നത് ഏകദേശം 30 ആണ് ഉണ്ടാവുക. അപ്പോൾ 2 കൈ കൂടിയാണെങ്കിൽ 60 ആവും. അതേപോലെ തന്നെ കാലിൻ്റെ നോക്കുകയാണെങ്കിൽ 60, അങ്ങനെ ടോട്ടൽ 120. അപ്പോൾ 120 ലിംബ് ബോൺസും 6 ഗേഡിൽസും അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിൽ പ്രസൻ്റ് ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ടോട്ടൽ 200 സ്കെൽറ്റൻ പ്രസൻ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സ്കെൽറ്റൻ്റെ ഒരു സ്കെൽറ്റൻ, അതായത് നമ്മുടെ അസ്ഥികൂടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്കെൽറ്റൻ്റെ അല്ലെങ്കിൽ ബോണിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അസ്ഥികൂടത്തിൻ്റെ അല്ല, നമ്മുടെ ബോണിൻ്റെ ഒരു സ്ട്രക്ചർ. അതായത് നമുക്കറിയാം നമ്മുടെ ബോണാണ്, നമ്മുടെ സ്കെൽറ്റനാണെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ഇനി ഈ ബോണിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കാൻ പോവാണ്. എന്തൊക്കെയാണ് ബോണിൽ കാണാമെന്നുള്ളത്. എ ബോൺ വിത്ത് എ കവറിങ്. ഈ ബോണിനൊരു ഔട്ടർ കവറിങ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പെരിയോസ്റ്റിയം എന്ന് പറയുക. ഇറ്റ് കണ്ടെയ്ൻ ബ്ലഡ് വെസൽസ്, ലിം വെസൽസ് ആൻഡ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ. അതായത് നമ്മുടെ ബോണിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, അവിടെ റെഡിലും ബ്ലൂയിലും മാർക്ക് ചെയ്തിരിക്കുന്ന ബ്ലഡ് വെസലുകളാണ്, അല്ലേ. അതേപോലെ തന്നെ ലിംഫ് വെസലുകളുണ്ട്, ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലുകളുണ്ട്. പിന്നെ കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളജിൻ പ്രോട്ടീൻസ് ആൻഡ് സാൾട്ട് പ്രൊവൈഡ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു ദി ബോൺസ്. അതായത് നമ്മുടെ ബോണിനെ സ്ട്രെങ്ത്തും അതേപോലെ ശക്തിയും ഹാർഡ്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്, പ്രോട്ടീൻ അടങ്ങിയ, ഫോസ്ഫേറ്റ് അടങ്ങിയ, കാൽസ്യം റിച്ച് ഫുഡൊക്കെ നമ്മൾ കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബോണിൽ ആവശ്യമായിട്ടുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബോണിനകത്തുള്ള ഈ പറയുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലിനകത്താണ്. അത് പ്രത്യേകിച്ച് ബോണിന് എന്തൊക്കെ പറ്റിക്കഴിഞ്ഞാലൊക്കെ അതിൻ്റെ റിപ്പയറിങ്ങിനും ഗ്രോത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ആൾക്കാർ സ്റ്റോർ ചെയ്യുന്നത് അതിനകത്തുള്ള ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലിനകത്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കാർട്ടിലേജിനെ പറ്റിയിട്ടാണ്. കാർട്ടിലേജ്. ഓക്കെ, കാർട്ടിലേജിൽ നമുക്ക് കാണാൻ കഴിയും, കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ബോൺ പോലെയല്ല. ബോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാർട്ടിലേജ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോണാണ്, അല്ലേ.
ഹൗ ഈസ് കാർട്ടിലേജ് ഡിഫർ ഫ്രം, എങ്ങനെയാണ് കാർട്ടിലേജ് ബോണിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റണം. ബോൺ എന്ന് പറയുന്നത്, കാർട്ടിലേജ് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കാർട്ടിലേജ് ഈസ് സോഫ്റ്റർ ആൻഡ് മോർ ഫ്ലെക്സിബിൾ ദാൻ ബോൺ, അതായത് ബോണിനേക്കാളും വളരെ ഫ്ലെക്സിബിൾ ആണ് അല്ലേ. നമ്മൾ ഫ്ലെക്സിബിൾ ആണെന്ന് പറയൂലേ, വഴക്കമുള്ളതാണ്. അതേപോലെ സോഫ്റ്റർ ആണ്. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ബ്ലഡ് വെസൽ, അതേപോലെ ലിംഫ് വെസൽ, അതായത് ഇതിൽ ബ്ലഡ് വെസലുകളോ നെർവ്സോ ഒന്നും പ്രസൻ്റ് അല്ല. നമ്മുടെ ബോണിൽ ബ്ലഡ് വെസലും ലിംഫ് വെസലും ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലൊക്കെ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ബ്ലഡ് വെസലും അതേപോലെ നെർവ്സും ഒക്കെ ആബ്സെൻ്റ് ആണ്. ഇവിടെ അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ കാർട്ടിലേജ് അധികവും കാണാൻ നമ്മുടെ പ്രസൻറ്റ് ഇൻ എൽബോസ്, അതായത് അതേപോലെ എൽബോസ്, നീസ്, കൈമുട്ട്, കാൽമുട്ടിൽ, അതേപോലെ ആംഗിളുകളിൽ, അതേപോലെ നമ്മുടെ റിബ്സിൽ, വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഇടയിൽ, അതേപോലെ നമ്മുടെ ചെവിക്കുട, പിന്നയിൽ, ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ നോസിൻ്റെ ടിപ്പിൽ, അറ്റ് ദ ടിപ്പ് ഓഫ് ദി നോസ്, അതേപോലെ നമ്മുടെ ട്രക്കിയ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പറയുന്ന കാർട്ടിലേജിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ കാർട്ടിലേജ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ടു റെഡ്യൂസ് അല്ലേ ബോൺസിൽ ഇടയിലുള്ള ഫ്രിക്ഷൻ ഇൻ ദ ജോയിൻസിനിടയിലുള്ള ആ ഒരു ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യും, ഈ കാർട്ടിലേജ് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ എല്ലുകൾ തമ്മിലുള്ള ആ ഒരു ഒരസലൊക്കെ ഇല്ലാതെ ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് അവിടെയുള്ള ഘർഷണം കുറക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും എന്നാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എക്സാമ്പിൾ ഫോർ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക്, അതായത് ഒരുപാട് ആൾക്ക് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും സ്കെൽറ്റൻ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കെൽറ്റൻ വെച്ചിട്ടുള്ള ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഓർഗാനിസത്തിനെയും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്കെൽറ്റനെ തന്നെ, നമുക്ക് ആ ഒരു ഫ്രെയിം വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചട്ടക്കൂടിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹൈഡ്രോസ്കെൽറ്റൻ, എക്സോസ്കെൽറ്റൻ, എൻഡോസ്കെൽറ്റൻ. ഓക്കെ, അപ്പോൾ ഹൈഡ്രോസ്കെൽറ്റൻ ഉണ്ട്, എക്സോസ്കെൽറ്റൻ ഉണ്ട്, എൻഡോസ്കെൽറ്റൻ. ഹൈഡ്രോസ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു എന്താണ്, ഹൈഡ്രജൻ അല്ലേ, വെള്ളമായിട്ട് റിലേറ്റഡ് ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഹൈഡ്രോസ്കെൽറ്റൻ ഉള്ള ജീവികളുടെ ആ ഒരു അവസ്ഥ ഇവിടെ പറയുന്നുണ്ട്. ഫ്ലൂയിഡ് ഫിൽഡ് ചാമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ബോഡി, അതായത് ഒരു വെള്ളം ഫിൽഡായതുപോലുള്ള ഒരു ചാമ്പേഴ്സാണ് അവർക്ക് ഉണ്ടാവുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്നെയില്, ഹൈഡ്ര അല്ലെ, ഏർത്തുവാം, നമുക്കറിയാം വളരെ സോഫ്റ്റാണ്. പക്ഷെ അവർക്ക് എന്തുണ്ട്, അവർക്ക് സ്കെൽറ്റൻ ഉണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ ഹൈഡ്രോസ്കെൽറ്റൻ എന്ന് പറയാം. ദെൻ എക്സോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഷെൽ മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ് ഇൻ ക്രാബ്സ് അല്ലേ. നമ്മൾ ഞണ്ട്, മുത്ത്, ചിപ്പിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. വളരെ കട്ടിയുള്ള ഒരു ഷെല്ലുണ്ടാവും അവരുടെ പുറത്ത് അല്ലേ. അപ്പോൾ അതാണ് ഹാർഡ് ഷെൽ മെയ്ഡ് ഓഫ് കാൽസ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷെല്ല് കൊണ്ട് പ്രസൻ്റ് ആയിട്ടുള്ളതാണ് എക്സോസ്കെൽറ്റൻ അല്ലേ. അതേപോലെ തന്നെ എൻഡോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ ഫ്രെയിം വർക്ക് ഓഫ് കാർട്ടിലേജ് ആൻഡ് ബോൺസ് ഇൻ വെർട്ടിബ്രേറ്റ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ, അതായത് അത് നമ്മളെ പോലുള്ള ആൾക്കാരല്ലേ. നമുക്ക് എവിടെയാണ് സ്കെൽറ്റൻ ഉണ്ടാവുക, നമ്മുടെ എൻഡോസ്കെൽറ്റൻ, അതായത് നമ്മുടെ ബോഡിക്ക് അകത്താണ് ഉണ്ടാവുക അല്ലേ. എക്സോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോർട്ടോയി, അതേപോലെ നമ്മുടെ ക്രാബിൻ്റെ ഒക്കെ പുറത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, സ്കെൽറ്റൻ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ എൻഡോസ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ ഫ്രെയിം വർക്ക് ഓഫ് കാർട്ടിലേജ് ആൻഡ് ബോൺസ് ഇൻ വെർട്ടിബ്രേറ്റ്, അതായത് നട്ടലുള്ള ആൾക്കാരല്ലേ. നമുക്കൊക്കെ അറിയാം നട്ടൽ എവിടെയാണ്, ഉള്ളിലാണ്. അതേപോലെ ഈ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ആയാലും ഫിഷസ് ആയാലും അതിൻ്റെയൊക്കെ ഉള്ളിലാണ് നമ്മൾ സ്കെൽറ്റൻ പ്രസൻ്റ് ആയിട്ട് കാണുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൻഡോസ്കെൽറ്റൻ എന്ന് പറയാം. പിന്നെ അടുത്ത ടോപ്പിക്കാണ് ജോയിൻസ് അല്ലേ. നമുക്ക് വെറുതെ സ്കെൽറ്റൻ ഉണ്ടായത് കൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. അവരെന്ത് ചെയ്യണം, പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ദ ബോൺസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ബൈ ജോയിൻസ് അല്ലേ. അങ്ങനെ ബോഡിനെ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ജോയിൻസ് എന്ന് വിളിക്കുക അല്ലേ. അസ്ഥികൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ജോയിൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്നതാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് ബോണുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് നമ്മൾ 2 ബോണുകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നല്ല 2 ബോണുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ 2 ബോണിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരാളെ കാണാൻ പറ്റും. ഇത് 2 ബോണാണ്. ഈ 2 ബോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ കാണുന്നതാണ് നമ്മുടെ കാർട്ടിലേജ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന ബോണുകൾക്കിടയിൽ നമ്മൾ കാർട്ടിലേജിനെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കാണുന്ന ഇതിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ബോണുകൾക്കിടയിൽ കാണുന്നത് കാർട്ടിലേജ്. ഓക്കെ, ഇനി കാർട്ടിലേജിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിടെ ഒരു സൈനോവിയൽ മെംബ്രെയിൻ കാണാൻ പറ്റും. കാർട്ടിലേജിനെ തൊട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് സൈനോവിയൽ മെംബ്രെയിൻ. ഓക്കെ,
ഈ സൈനോവിയൽ മെംബ്രെയിൻ്റെ അകത്ത് സൈനോവിയൽ ഫ്ലൂയിഡ് പ്രസൻ്റ് ആണ്, അതായത് സൈനോവിയൽ ദ്രവം പ്രസൻ്റ് ആണ്. അതായത് കാർട്ടിലേജിനെ തൊട്ട് കവർ ചെയ്തിട്ടുള്ളത് സൈനോവിയൽ മെംബ്രെയിൻ ആണ്. അതിനകത്ത് സൈനോവിയൽ ഫ്ലൂയിഡ് അഥവാ സൈനോവിയൽ ദ്രവവും നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി സൈനോവിയൽ മെംബ്രെയിനെ കവർ ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് ബാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന അടുത്ത ആളാണ് നമ്മുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. എന്താ പറയുക? ക്യാപ്സ്യൂൾ അല്ലേ. അപ്പോൾ ഫസ്റ്റ് നോട്ട് ചെയ്യുക, ഫസ്റ്റ് കാർട്ടിലേജ്, അതിന് തൊട്ട് പിറകെ സൈനോവിയൽ മെംബ്രെയിൻ കാണാൻ പറ്റും, അതിനകത്ത് സൈനോവിയൽ ഫ്ലൂയിഡ് പ്രസൻ്റ് ആയിരിക്കും. ദെൻ അടുത്തതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ. ഓക്കെ, പിന്നെയുള്ളത് ക്യാപ്സ്യൂളാണ്. അത് കഴിഞ്ഞിട്ട് ക്യാപ്സ്യൂളിനെയും കവർ ചെയ്തിട്ട് നമ്മുടെ ബോണിനെയും പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബോണിനെയും കണക്ട് ചെയ്യുന്നത് ലിഗമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോണിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഫ്ലൂയിഡാണ്. അതെന്ത് ചെയ്യും? ഇതേപോലെ നമ്മുടെ എല്ലുകൾക്കിടയിലെ ജോയിൻസിൻ്റെ ഇടയിലുള്ള സന്ധിയിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഇതും അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറക്കും, ഘർഷണം ഇല്ലാണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി എൻ്റെ മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് അല്ലേ. ജോയിൻറ്റുകൾ നമ്മൾ പഠിച്ചു, അസ്ഥികളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ജോയിൻ്റ് എന്ന് പഠിച്ചു അല്ലേ. പരസ്പരം കണക്ട് ചെയ്യുന്നതിന് ജോയിൻ്റ് എന്ന് പഠിച്ചു. ഇനി ഈ ജോയിൻ്റ് തന്നെ നമുക്ക് 4 ടൈപ്പ് ജോയിൻ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, ഒന്ന് പൈവറ്റ് ജോയിൻ്റ്, ദെൻ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ്, ദെൻ ഹിഞ്ച് ജോയിൻ്റ്, ഗ്ലൈഡിങ് ജോയിൻ്റ് അല്ലേ. പൈവറ്റ് ജോയിൻ്റ് നമ്മൾക്ക് ആ പിക്കിൽ തന്നെ കാണാം. എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ആ ഒരു അല്ലേ, നമ്മുടെ ആ ഒരു പിരടിയുടെ വശമാണ് അവിടെ കാണുന്നത് അല്ലേ. ഓക്കെ, തലയൊട്ടിയും പിരടിയൊക്കെ ആയിട്ടാണ് കാണുന്നത്. ബോൾ ആൻഡ് സോക്കറ്റ് നമുക്കറിയാം നമ്മൾ ഷോൾഡറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കാലിൻ്റെ ആ ഒരു മുട്ടുകളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കുഴ കാൽക്കുഴയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ജോയിൻറ്റിൽ ഫസ്റ്റ് വണ്ണ് പൈവറ്റ് ജോയിൻ്റ് ആണ്. പൈവറ്റ് ജോയിൻറ്റിൽ നമുക്കറിയാം അതിന് സവിശേഷത ക്യാരക്ടറിസ്റ്റിക് എന്നാണ് എലോ മൂവ് ഇൻ ഡിഫറെൻ്റ് ഡയറക്ഷൻ, അതായത് എല്ലാ ഭാഗത്തും തിരിക്കാൻ പറ്റുന്നതാണ്. ദ പോയിന്റ് വേർ ദി ഫസ്റ്റ് വേർട്ടിബ്ര ജോയിൻ ദ സ്കൾ, അതായത് നമ്മുടെ വേർട്ടിബ്രൽ കോളത്തിൻ്റെ ഫസ്റ്റ് വേർട്ടിബ്രയുമായിട്ട് ഒരുപാട് വേർട്ടിബ്രകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ വേർട്ടിബ്രൽ കോളം. അതിൽ ഫസ്റ്റ് വേർട്ടിബ്രയും നമ്മുടെ തലയോട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പൈവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എലോ മൂവ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട്, അതായത് എല്ലാ ഡയറക്ഷനിലേക്കും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എലോ മൂവ്മെൻറ്റ് ഇൻ വൺ പ്ലെയിൻ, അതായത് ഒരു ഭാഗത്തേക്ക് മാത്രം തിരിക്കാൻ പറ്റുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ കാൽമുട്ടി കൈമുട്ടൊക്കെ നമുക്കറിയാം ഫ്രണ്ടിലോട്ട് കൈ മടക്കി കഴിഞ്ഞാൽ ബാക്കോട്ടേക്ക് നമുക്ക് അതേപോലെ മടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹിഞ്ച് ജോയിൻ്റ് എന്ന് വിളിക്കുക. പിന്നുള്ളത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ അല്ലേ, ദ ബോൾ ഷേപ്ഡ് സർഫേസ് one round bone fits into the cup like a depression one another bone allowing greater freedom of movement. അതായത് എല്ലാ ഭാഗത്തും നമുക്ക് മൂവ്മെൻറ്റ് സാധ്യമാണ്. അതായത് ഒരു ഗോള് പോലെ ഒരു കപ്പിനകത്തൊരു ബോൾ പോലെ ബന്ധിച്ചിരിക്കുന്നതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷോൾഡർ അതേപോലെ ഹിപ്പിലൊക്കെ ഇടുപ്പിലൊക്കെ ഉള്ള സന്ധികളാണ് ബോൾ ആൻഡ് സോക്കറ്റിന് എക്സാമ്പിൾ. ഇനി ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം വളരെ ചെറിയതായിട്ടുള്ള മൂവ്മെൻറ്റ്, കൈക്കുഴ അതല്ലേ നമ്മുടെ റെസ്റ്റ് ആംഗിൾ കൈക്കുഴ കാൽക്കുഴയൊക്കെ നമുക്കെന്ന് പറയാം ആ ഒരു പാർട്ട് മാത്രമാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ ഇറ്റ് അലൗസ് ഓൺലി ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്, അതായത് ഒരു ചെറിയ ഒരു മൂവ്മെൻറ്റ് മാത്രം സാധ്യമാകുന്ന തരത്തിലുള്ള ജോയിൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ 4 ജോയിൻറ്റും പഠിച്ചു വെക്കുക.